ഈ സ്വയംവര പൂജ കഴിച്ചു കഴിഞ്ഞാൽ ഇവിടെ വിവാഹമായിട്ട് ബന്ധപ്പെട്ടുള്ള തടസ്സങ്ങൾ നീങ്ങും എന്നാണ് ഇവിടുത്തെ ഒരു ഐതിഹ്യം. മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ചുമർ ചിത്രത്തിന്റെ രചന നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ തന്നെ ആകെ 2 സൂര്യക്ഷേത്രങ്ങളാണുള്ളത്. ഒന്ന് ഒറീസയിലെ കൊണാർക്കിലും മറ്റൊന്ന് ഈ കതിരൂർ ശ്രീ സൂര്യനാരായണ ക്ഷേത്രവുമാണ്. കതിരവൻ അഥവാ സൂര്യന്റെ ഊരാണ് കതിരൂരായി മാറിയത്. കതിരവപുരമെന്ന് പഴമക്കാർ വിളിച്ചിരുന്ന ഈ ദേശത്ത് സർവ ഐശ്വര്യങ്ങളും നിറഞ്ഞു തുളുമ്പി ഭക്തർക്ക് അനുഗ്രഹം ചൊരിയുന്ന ഒരു ക്ഷേത്രമുണ്ട്. നവഗ്രഹങ്ങളുടെ നാഥനായ ആദിത്യൻ പൂർണ്ണ ചൈതന്യത്തോടുകൂടി കുടികൊള്ളുന്ന കതിരൂരിലെ സൂര്യനാരായണ ക്ഷേത്രം കെട്ടുകഥകളാലും ചരിത്ര സംഭവങ്ങളാലും ഏറെ സമ്പന്നമായ കണ്ണൂർ ജില്ലയിലെ ക്ഷേത്രങ്ങളിൽ ഏറെ പ്രസിദ്ധമാണ് ഈ സൂര്യനാരായണ ക്ഷേത്രം. കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിക്ക് സമീപമാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തലശ്ശേരിയിൽ നിന്നും 6 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ കതിരൂരിലെത്താം. രാമരാവണ യുദ്ധവുമായി ബന്ധപ്പെടുത്തിയാണ് ക്ഷേത്രപ്രതിഷ്ഠ ഐതിഹ്യമുള്ളത്. ശ്രീരാമനാണ് ഇവിടെ പ്രതിഷ്ഠ നടത്തിയതെന്നാണ് വിശ്വാസം. സീതാദേവിയെ അന്വേഷിച്ച് രാവണ നിഗ്രഹത്തിനായി ലങ്കയിലേക്ക് പോകും വഴി ശ്രീരാമന് ഇവിടെ വെച്ചാണ് അഗസ്ത്യമുനി സൂര്യദേവനെ പ്രകീർത്തിച്ചുള്ള ആദിത്യ ഹൃദയമന്ത്രം പകർന്നു നൽകിയത് എന്നാണ് ഐതിഹ്യം. യുദ്ധത്തിനിടയിൽ രാവണനെ വധിക്കും മുമ്പ് ആദിത്യ ഹൃദയമന്ത്രം രാമൻ 3 തവണ ജപിക്കുകയും രാവണനെ എളുപ്പത്തിൽ കീഴടക്കുകയും ചെയ്തുവത്രേ. പിന്നീട് തിരികെ വരും വഴി രാമൻ ഇവിടെ എത്തി സൂര്യപ്രതിഷ്ഠ നടത്തിയെന്നാണ് വിശ്വാസം. മറ്റൊരു കഥയനുസരിച്ച് ലങ്കയിൽ യുദ്ധത്തിന് പോകും വഴി രാമൻ പെരളശ്ശേരിയിലും മക്രേരിയിലും സുബ്രഹ്മണ്യനെ പ്രതിഷ്ഠിക്കുകയുണ്ടായി. ഇതറിഞ്ഞ കതിരൂരിലെ ഭക്തർ രാമനെ പ്രീതിപ്പെടുത്തുവാനായി പ്രാർത്ഥന ആരംഭിച്ചു. പ്രാർത്ഥനയിൽ പ്രസാദിച്ച ശ്രീരാമൻ കതിരൂരിലെത്തി അവരെ അനുഗ്രഹിച്ചു. ശ്രീരാമന് ഇവിടെ സൂര്യന്റെ സാന്നിധ്യം അനുഭവപ്പെടുകയും അങ്ങനെ രാമൻ കതിരൂരിൽ സൂര്യനാരായണ വിഗ്രഹം പ്രതിഷ്ഠിക്കുകയും ചെയ്തുവെന്നും പറയപ്പെടുന്നു. ഞാൻ CV ധനേശൻ, കതിരൂർ ശ്രീ സൂര്യനാരായണ ക്ഷേത്രം ചെയർമാനാണ്. നമ്മുടെ സൂര്യക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രശസ്തമായ ഒരു ക്ഷേത്രമാണ് കതിരൂർ ശ്രീ സൂര്യനാരായണ ക്ഷേത്രം. ഇന്ത്യയിൽ തന്നെ ആകെ 2 സൂര്യക്ഷേത്രങ്ങളാണുള്ളത്. ഒന്ന് ഒറീസയിലെ കൊണാർക്കിലും മറ്റൊന്ന് ഈ കതിരൂർ ശ്രീ സൂര്യനാരായണ ക്ഷേത്രവുമാണ്. സൂര്യഭഗവാനും നാരായണനും കൂടി ഒത്തുചേരുന്ന ഒരു അപൂർവ ക്ഷേത്രം എന്നുള്ള ഖ്യാതിയും കൂടി നമ്മുടെ ഈ മഹാക്ഷേത്രത്തിനുണ്ട്. സൂര്യനാരായണ ഭഗവാന്റെ വിശേഷാൽ പൂജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നവഗ്രഹ പൂജയുണ്ട്, അതുപോലെ തന്നെ ഭഗവതി സേവ, അതേപോലെ തന്നെ നമ്മുടെ എല്ലാ മാസവും തിരുവോണ നാളിൽ തിരുവോണവൂട്ട്, അങ്ങനെയുള്ള വിശേഷമായ ദിവസങ്ങളുണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഈ സ്വയംവര പൂജ കഴിച്ചു കഴിഞ്ഞാൽ ഇവിടെ വിവാഹമായിട്ട് ബന്ധപ്പെട്ടുള്ള തടസ്സങ്ങൾ നീങ്ങും എന്നാണ് ഇവിടുത്തെ ഒരു ഐതിഹ്യം. അതേപോലെ തന്നെ നവഗ്രഹ പൂജയിൽ പങ്കെടുക്കുന്ന കൂട്ടർക്കുള്ള ഒരു പ്രത്യേക ഐശ്വര്യം എന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പോൾ ഈ ക്ഷേത്രത്തിൽ മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ക്ഷേത്രമുള്ളത്. വളരെ വലിയൊരു വികസന പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നു വരികയാണ്. മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ചുമർ ചിത്രത്തിന്റെ രചന നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും നീളമുള്ള പ്രതലത്തിൽ വരയ്ക്കുന്ന ചുമർ ചിത്രം രാമായണത്തെ ആസ്പദമാക്കിക്കൊണ്ട് ഗുരുവായൂരിലെ ചുമർചിത്ര രചന അധ്യാപകനായ ബബീഷാണ് ഇവിടെ ചുമർ ചിത്രം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മംഗല്യഭാഗ്യത്തിനായി വിശ്വാസികൾ ആശ്രയിക്കുന്ന ക്ഷേത്രമാണിത്. എല്ലാ തിങ്കളാഴ്ചകളിലും ഇവിടെ സ്വയംവര പൂജ നടക്കാറുണ്ട്. വിവാഹ തടസ്സം നേരിടുന്നവരും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവരും സ്വയംവര പൂജയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചാൽ ഉടൻ ഫലമുണ്ടാകുമെന്നാണ് ഇവിടുത്തെ വിശ്വാസം. എല്ലാ മാസവും 2ാമത്തെ ശനിയാഴ്ച നടക്കുന്ന നവഗ്രഹ പൂജയ്ക്ക് അനവധി ഭക്തരാണ് ഈ ക്ഷേത്രത്തിൽ എത്താറുള്ളത്. ഈ ക്ഷേത്രത്തിലെത്തി പ്രാർത്ഥിച്ചാൽ സൂര്യഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുമെന്നും സൂര്യദശാകാലം നന്നാവുമെന്നും ജാതകത്തിലെ മറ്റു ഗ്രഹദോഷങ്ങൾ അകലുമെന്നും വിശ്വാസമുണ്ട്. വിഷ്ണു സങ്കല്പത്തിൽ സൂര്യനാരായണനും
ശിവസങ്കല്പത്തിൽ മാർത്താണ്ഡ ശിവനും ദേവീസങ്കല്പത്തിൽ ഗായത്രിയുമാണ് ഇവിടത്തെ സൂര്യദേവ ചൈതന്യത്തിൽ കുടികൊള്ളുന്നത്. സൂര്യനും മഹാവിഷ്ണുവും കൂടിച്ചേർന്ന അത്യപൂർവ പ്രതിഷ്ഠയാണിത്. ഉപദേവതകളായി ശ്രീപരമേശ്വരനും ശ്രീഗണപതിയുമുണ്ട്. ശ്രീകോവിലിനു മുകളിലുള്ള ചുമർ ചിത്രങ്ങളെയും ദാരുശില്പങ്ങളെയും വിശ്വാസികളും കലാപ്രേമികളും ഒരുപോലെ ആരാധിക്കുന്നവയാണ്.